നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ പാലിയേറ്റീവ് കെയർ ചാവക്കാട് ലിങ്ക് സെന്ററിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം 21 രാവിലെ 10 കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരന്റെ സാന്നിധ്യത്തിൽ നടക്കും. 2025 വർഷത്തെ വാർഷിക പ്രവർത്തന റിപ്പോർട്ട്, സാമ്പത്തിക റിപ്പോർട്ട്, സർവീസ് റിപ്പോർട്ട് എന്നിവയുടെ അവതരണവും ചർച്ചയും നടക്കും. തുടർന്ന് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുമെന്ന് സെക്രട്ടറി മുഹമ്മദ് കോയ അറിയിച്ചു. കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് കെയർ ദിനാചരണത്തോടനുബന്ധിച്ച് ആൽഫ കുട്ടനാട് സെന്ററിലെ നഴ്സുമാർക്ക് ആദരം. കുട്ടനാട് സേവാഭാരതിയാണ് ആദരവ് നൽകിയത്. സെന്ററിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് ചന്ദ്രമോഹൻ സെന്ററിന്റെ പ്രവർത്തനങ്ങളും ആൽഫയുടെ ആശയങ്ങളും വിവരിച്ചു. സെക്രട്ടറി MG കൊച്ചുമോൻ, ജോയിന്റ് സെക്രട്ടറി അഭിലാഷ് എന്നിവർ ഹോം കെയർ അനുഭവങ്ങൾ പങ്കുവച്ചു. തുടർന്ന് സിസ്റ്റർമാരായ ലിജി, മഞ്ജു, ബീന, ജ്യോതി, ഫിസിയോതെറാപ്പിസ്റ്റ് ജിഞ്ചു എന്നിവരെ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. സീനിയർ നഴ്സ് ലിജി നന്ദി രേഖപ്പെടുത്തി. സേവാഭാരതി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി മധുസൂദനൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് പാളയത്തിൽ, തലവടി മേഖലാ സെക്രട്ടറി ബെന്നി ചെറിയാൻ, മീഡിയ കോർഡിനേറ്റർ അർജുൻ, അനു, റീനു തുടങ്ങിയവർ പങ്കെടുത്തു. കോതമംഗലം മാതിരപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പാലിയേറ്റീവ് കെയർ ബോധവൽക്കരണ ക്ലാസും ആരിഷ് ക്ലബ് ഉദ്ഘാടനവും നടത്തി. പ്രിൻസിപ്പൽ ഇൻചാർജ് മൃദേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. കമ്മ്യൂണിറ്റി വെൽഫെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ എൽദോസ് കെ തങ്കച്ചൻ പാലിയേറ്റീവ് കെയർ ബോധവൽക്കരണ ക്ലാസ് നടത്തി. സ്റ്റാഫ് പ്രതിനിധി സിബി ആശംസകൾ നേർന്നു. സ്റ്റുഡന്റ് കോർഡിനേറ്റർ കീർത്തന നന്ദി പറഞ്ഞു. ഏറ്റുമാനൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ പാലിയേറ്റീവ് കെയർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക ചിത്ര സ്വാഗതം ആശംസിച്ചു. തുടർന്ന് കമ്മ്യൂണിറ്റി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അനിൽ മോഹൻ, കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ അശ്വിൻ ചിറയിൽ എന്നിവർ ക്ലാസ് നയിച്ചു. NSS കോർഡിനേറ്റർ നബീല നന്ദി പറഞ്ഞു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.